അപ്പോൾ മഴയൊക്കെ ആയി എല്ലാവരും ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയല്ലേ, ഞങ്ങളും അതേ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് മക്കളെയും കൊണ്ട് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. ഇത് കണ്ണൂർ ഉമ്മാൻ്റെ അടുത്ത് ഉണ്ടായിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൂരേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പാവ് ബജി കഴിക്കുക. അതാണ് കേട്ടോ. ഞങ്ങൾ പണ്ട് ഹോസ്റ്റലിലായിരുന്നപ്പോഴേ ഞങ്ങൾക്ക് സൺഡേ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ദിവസം ഓർമ്മയില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാണ് ഉണ്ടാവുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. പക്ഷേ മിക്കവർക്കും എന്ന് വെച്ചാൽ 90% ആൾക്കാർക്കും അത് വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മിസ് ചെയ്യും കേട്ടോ. അപ്പോൾ കണ്ണൂർ ഇത് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ കഴിക്കാൻ പോവാണ്. അപ്പോൾ എന്താ ഏതാ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ പോണ വഴിക്ക് നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ പിന്നെ കുടിക്കാതെ പറ്റില്ലല്ലോ, മഴയായാലും വെയിലായാലും അതൊരു ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാണ്. പിന്നെ ഈ കണ്ണൂർ കോക്ടെയിലായിട്ട് എനിക്കൊരു വലിയ ബന്ധമുണ്ട് കേട്ടോ. കാരണം യൂട്യൂബിൽ തന്നെ 6 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഈ റെസിപ്പി ഷെയർ ചെയ്തത് ഞാനാണ്. ഇനി അങ്ങനെയല്ല വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ വീഡിയോസിൻ്റെ ഡേറ്റ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ പറഞ്ഞ വീഡിയോയും എൻ്റെ വീഡിയോയും ആ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും അതിന് ശേഷമാണ് പിന്നെ യൂട്യൂബ് നിറയെ കണ്ണൂർ കോക്ടെയിലിൻ്റെ റെസിപ്പീസ് വന്ന് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നിക്ഷാൻ്റെ അടുത്തുള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇവിടെ 2-3 ഷോപ്പ് ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സ്നാക്കൊക്കെ കിട്ടുന്ന, ഈ ചാറ്റൊക്കെ കിട്ടുന്ന കട ഗോൾഡ് ഗാഡിയോ അങ്ങനെ എന്തോ ആണ് സംഭവത്തെ. അപ്പോൾ അവിടെ ഇതേ മെനു ഒക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എനിക്ക് കർണാടക ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലുള്ള കുറേ ഐറ്റംസ്, ഈ ഗോൾഗപ്പ, പിന്നെന്താ മസാൽപൂരി, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതെടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്തു. പിന്നെ മക്കൾ ബർഗറാണ്, മോന് ബർഗറാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവള് ചുമ്മാ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല, ഉറങ്ങി എണീറ്റിട്ട് ആകെ ഒരു മൂഡ് ഓഫിലായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ അവൻ്റെ ബർഗർ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബർഗറായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പറഞ്ഞ സംഭവം ഇതേ പാവ് ബജി. എനിക്കിത് കാണുമ്പോൾ തന്നെ ശരിക്കും ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴും ഭയങ്കര കൊതി വരുന്നുണ്ട്. ശരിക്കും അന്ന് ആ ഹോസ്റ്റലിൽ നിന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും പക്ഷേ സംഭവം അടിപൊളിയാണ്. നമുക്ക് പണ്ട് കഴിച്ചതിന് നമുക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഇല്ല. അത് പിന്നെ അവിടെ നിന്ന് തന്നെ കഴിക്കാൻ നമുക്ക് ആ ഒരു ടേസ്റ്റിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. പക്ഷേ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതെ നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി പിള്ളേർക്കൊന്ന് പാർക്കിൽ പോകണം. ഇവിടെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. പാർക്ക് കണ്ണൂർ ടൗൺ ആയതുകൊണ്ട് നമ്മളങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്നല്ലാതെ പാർക്കിലേക്കൊന്നും അങ്ങനെ അധികം പോയിട്ടില്ല. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു പാർക്ക് കണ്ടപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി പിള്ളേരെ 1-2 റൈഡിലൊക്കെ കയറ്റി ചുമ്മാ അങ്ങ് കറക്കി. ഒരു ചെറിയ പാർക്കാണ് കേട്ടോ. അപ്പോൾ പാർക്ക് നല്ല ചെറുതായിരുന്നെങ്കിൽ കൊതുക് കടി അടിപൊളിയായിരുന്നു. കൊതുക് കടിച്ച് മരിക്കാറായപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം. ബൈ.